ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. പണ്ഡിതാഗ്രേസരനും പരമഭക്തനുമായ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി പരമചൈതന്യമായ ആ പവനപുരാധീശന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച പവിത്രമായ നാരായണീയം എന്ന സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 172 ദിവസം. ശ്രീമൻ നാരായണീയം 17ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകം ആണ് നാം ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാനമായ ശ്രീഹരിയം. ആകർണ്യശോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാൽ കില പഞ്ചവർഷ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. സാ അപി പഞ്ചവർഷഃ, ആ കുട്ടി ധ്രുവൻ. ആകർണ്യ ഭവദർച്ചന നിശ്ചിതാത്മാ നഗരാൽ നിരേത്യ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ മധുകാനനാന്തേ തപസാ ത്വാം ആരരാധ. ഇവിടെ സാ അപി പഞ്ചവർഷ, 5 വയസ്സേ ആയിട്ടുള്ളൂ അവന്. പക്ഷേ കില മാനി, അഭിമാനിയായതുകൊണ്ട്
ആകർണ്യ ഭവദർച്ചന നിശ്ചിതാത്മാ. ആകർണ്യ കേട്ടിട്ട്, ആര് പറഞ്ഞു കേട്ടിട്ട്? അമ്മ പറഞ്ഞത് കേട്ടിട്ട് അല്ലേ? സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വൽപാദമേവ ശരണം എന്ന് പറഞ്ഞു കൊടുത്തു. ലോകത്തിലെല്ലാവർക്കും കർമ്മഗതിയിൽ നിന്ന് കരയേറാൻ രക്ഷാസ്ഥാനം ഭഗവാന്റെ പാദാരവിന്ദങ്ങളാണെന്ന് അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഭവദർശന നിശ്ചിതാത്മാ, അങ്ങയെ ആരാധിക്കാൻ ഉള്ളുകൊണ്ട് ഉറച്ച് നഗരാൽ നിരേത്യ, നഗരം വിട്ടുപോന്നു. പട്ടണത്തിൽ നിന്ന് എങ്ങോട്ട് പോയി? കാട്ടിലേക്ക് പോയി. സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, വഴിക്ക് വെച്ച് ആ നാരദ മഹർഷി ഉപദേശിച്ച സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, നാരദൻ ഉപദേശിച്ച ആ മന്ത്രം, ആരാധനാ ക്രമം, ഇതൊക്കെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ട് മധുകാനനാന്തേ തപസ ത്വാം ആരരാധ, മധുകാനനത്തിൽ കാട്ടിൽ ചെന്ന് തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചു എന്നാണ്. അമ്മ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കി. 5 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷേ അവിടെ മാനിയായിരുന്നു എന്നാണ്. ഭവദർശന നിശ്ചിതാത്മാ, ഭഗവാനെ ഭജിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് നഗരത്തിൽ നിന്ന് ഇറങ്ങി. നാരദൻ ഉപദേശിച്ച മഹാമന്ത്രം നമുക്കറിയാം അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ മഹാമന്ത്രത്തെ, ദ്വാദശാക്ഷര മന്ത്രത്തെ ആ ഉണ്ണിക്ക് ഉപദേശിച്ചു. ആ ഉണ്ണി വനത്തിൽ ചെന്ന് ഭഗവാനെ ആരാധിച്ചു എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ശ്ലോകം, പിന്നീട് ശ്രീഹരിയം. ആകർണ്യ സോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാൽ കില പഞ്ചവർഷാ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. നാരായണ 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 രാധാ ഗോവിന്ദ. 5 വയസ്സുകാരനാം അഭിമാനിയായ ധ്രുവൻ അവിടുത്തെ ഭജിക്കുവാൻ ഉള്ളിലുറച്ചു. ആരണ്യമാർഗത്തിങ്കലോ നാരദനെ കണ്ടുമുട്ടി ആരാധനാമന്ത്രം ചൊല്ലി തപം തുടങ്ങി. നാരായണ 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 ഗുരുവാദേശ. നാരായണ നാരായണ ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.